ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സെൻറ്റർ ക്ലിപ്പാണ് കേട്ടോ. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. മാറ്റ് കുന്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒപ്പം സെറാമിക് കുന്തനും എടുത്തിട്ടുണ്ട്. OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് എടുത്തു, അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യും. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇത് മാറ്റ് കുന്തനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഡ്രോപ്പിൽ മാറ്റ് കുന്തനാണ്, ഡ്രോപ്പ് ഷേപ്പാണ്. പിന്നെ ഇത് ഓരോ നമ്മൾ ചെയ്യുന്ന ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പെറ്റൽസ് എന്ന് പറയുന്നത് നമുക്ക് 8, 10 ഇങ്ങനെ നമുക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഈ വലിപ്പം കൂടുന്നതിനനുസരിച്ച് സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള സെൻറ്ററിൽ എന്തെങ്കിലും ഒരു അക്സസറി കൊടുത്ത്, അല്ലെങ്കിൽ കുന്തൻ സ്റ്റോണോ എന്തെങ്കിലും, അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പോ കൊടുത്ത് നമ്മൾ അതിനെ ബ്യൂട്ടിഫുൾ ആക്കിയാൽ മതി. അപ്പോൾ ഞാനിവിടെ സെറാമിക് കുന്തനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് സൈഡിലെ പെറ്റൽസ് ഞാനൊരു 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 8, 10 അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എത്ര വലിപ്പം വേണോ നോക്കിയിട്ട് എടുത്താൽ മതി. ഇത് കുറച്ചുകൂടെ ചെറുത് വേണമെങ്കിൽ 6 കൊടുത്തിട്ട് സെൻറ്ററിൽ ഒരു ചെറിയ സ്റ്റോൺ കൊടുക്കാം. അപ്പോൾ ഞാൻ സെറാമിക് കുന്തനാണ് സെൻറ്ററിൽ കൊടുത്തത്. നോക്കി, ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്തൻ സ്റ്റോൺസ് തമ്മിൽ വലിയ ഗ്യാപ്പില്ലാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അറേഞ്ച് ചെയ്യണം. കയ്യിൽ ഗ്ലൂ കൊണ്ട് വെച്ച് നമ്മൾ പിടിക്കല്, കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതെല്ലാം കൂടെ ഇളകി വരും. അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് ഫിനിഷിങ് ആക്കി എടുക്കുക. ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് സൈഡല്ലേ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റ്, ഇതിൻ്റെ ഫ്രെയിമിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്നും ഇളകത്തില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡ് നന്നായിട്ട് ലൈറ്റർ ഉണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ലൈറ്റർ വേണമെന്നില്ല, നമ്മുടെ ഒരു മെഴുകുതിരിയില്ലേ, മെഴുകുതിരി വെച്ചിട്ടിങ്ങനെ സൈഡൊന്ന് ഉരുക്കി എടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് മേളിലോട്ട് ഉരുക്കരുത്. അടിയിൽ നിന്ന് നമ്മുടെ ആ ലൈറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മെഴുകുതിരി ആയാലും മേളിലോട്ട് വെച്ചിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് അങ്ങ് കാണിക്കുമ്പോൾ അതങ്ങ് ഉരുകിക്കോളും. കാരണം OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റല്ലേ, പ്ലാസ്റ്റിക് അല്ലേ, അതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഉരുകി ഇതായിക്കോളും. കണ്ടോ, കണ്ടില്ലേ, അതിൻ്റെ നല്ല ഷേപ്പായിട്ടൊക്കെയാണ് കറക്റ്റ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഫിനിഷിങ്ങിനോടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് എടുക്കുക, അതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പിന്നെ ഒട്ടിച്ച് ഉടനെ ഇതിരിക്കില്ല, കാരണം നമ്മൾ നല്ല ഗ്ലൂ കൊടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും, ഒന്ന് ഡ്രൈ ആകാൻ വെക്കണം കേട്ടോ. നമുക്കിത് എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം, അതിൻ്റെ വലിപ്പം അനുസരിച്ച്. ഇത് പല സൈസിലുണ്ട്. പിന്നെ ഞാൻ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്തതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓരോ സാരിക്കും ഓരോ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് അലിഗേറ്റർ ക്ലിപ്പും ചെയ്യാം കേട്ടോ. വളരെ ഈസിയാണ്, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.